ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആശങ്ക ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ പ്രകടിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ സർക്കാർ ഈ സ്പെഷ്യൽ പ്ലീഡർ നിയമനം, അതിൽ കെ ബി പ്രദീപിനെ നിയമിച്ച നടപടി റദ്ദാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. താങ്കൾ തൃപ്തനാണോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാരശ്ശേരി മാഷ് പറഞ്ഞ സ്പിരിറ്റ് വളരെ സ്വാഗതാർഹമാണ്. ഇത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാനും ശ്രീ ശ്രീജിത്ത് പണിക്കരും ഒക്കെ ഇന്നലെ മറ്റൊരു പ്രമുഖ ചാനലിൽ ചർച്ചയ്ക്കൊക്കെ ഇരുന്നിരുന്നു. ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ, ശ്രീ വി ഡി സതീശന്റെ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നും. കാര്യം സ്വർണ്ണക്കൊള്ള നമ്മളെ എല്ലാം വേദനിപ്പിച്ച, കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയ, CPM-നോട് ബന്ധപ്പെട്ടവർ അകത്ത് കിടക്കുമ്പോൾ അവർക്കൊരു കവർ ഫയർ എന്ന രീതിയിൽ ശബരിമല തന്ത്രി നിരപരാധി എന്ന് കോടതി പിന്നീട് ചൂണ്ടിക്കാണിച്ച ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലൊക്കെ പിടിച്ചിട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയി എന്ന് ആദ്യം അനുമാനിക്കുകയും ഇപ്പോൾ എത്രയോ സ്വർണം പോയി എന്ന് കൃത്യവും ഇപ്പോഴും കുറച്ച് ക്ലാരിറ്റി വരേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്ത് നിന്ന് അവരും ആത്യന്തികമായി കോടതി വിധി വന്നിട്ടാണ് പറയാൻ കഴിയുക. ശ്രീ കെ ബി പ്രദീപ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ എല്ലാ അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു അമ്പലത്തിൽ 13 വർഷത്തോളം അതുമായി ബന്ധപ്പെട്ട് നിയമവൃത്തി ചെയ്തിരുന്നു. ശബരിമല മേൽശാന്തി കേസിൽ അമിക്കസ് ക്യൂറി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനോ മഹത്വത്തിനോ അറിവിനോ ഒന്നും യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വളരെ ആശങ്കയുണ്ടാക്കിയ ശബരിമല കേസ് പോലെ പ്രമാദമായൊരു കേസിൽ UDF-നെ ഒരുപക്ഷെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ച പ്രധാനപ്പെട്ട കേസുകൾക്കൊന്നിൽ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരു അഡ്വക്കേറ്റിനെ സ്പെഷ്യൽ പോസ്റ്റ് ഉണ്ടാക്കി അവിടെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായി ആർക്കും ഒന്ന് പുരികം ചുളിയുമല്ലോ. പക്ഷെ ഒരു കാര്യം വളരെ കറക്റ്റാണ്, ആ രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്നൊരു എതിർപ്പ് വന്നപ്പോൾ അവർ മാറ്റാൻ കാണിച്ച പോസിറ്റീവ് മനസ്സ് നല്ലതാണ്. മാധ്യമങ്ങളുടെ ചർച്ചയാണെങ്കിലും മറ്റും എവിടെയാണ് ജനാധിപത്യത്തിൽ വ്യത്യസ്ത നിലപാടുകളും നടപടികളും വരും. നമ്മുടെ ശ്രീ ജോസഫ് വിജയ് കത്തി നിന്നിരുന്ന സമയത്ത് അദ്ദേഹം ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നൊരാളെ അപ്പോയിന്റ് ചെയ്യുകയുണ്ടായ ഒരു ജ്യോതിഷിയെ. തമിഴ്നാടിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ വൻ വിമർശനം ഉയർന്നു വന്നു, അദ്ദേഹം മാറ്റി. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഭരണകൂടങ്ങളെയും മന്ത്രിസഭയും വിമർശിക്കുകയും അവർ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും മനസ്സിലൊരു ചെറിയ വിഷമമായി നിൽക്കുന്നത് എന്തിനായിരുന്നു ഈ അൺനെസസറി ആക്ഷൻ എന്നാണ്. അതൊരു പക്ഷേ ശ്രീ വസന്ത് തങ്കമ്പള്ളി അടക്കം വിശദീകരിക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്, എന്തിനാണ് അനാവശ്യമായി ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലോഷർ വേണം. ഏതെങ്കിലും രീതിയിൽ ശബരിമല വിഷയത്തിൽ നമുക്കൊരു ക്ലോഷർ വേണം. ആ ക്ലോഷറിന്റെ കാര്യം ശ്രമിക്കാതെ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ പ്രതികളെ കണ്ടെത്താതെ, എത്ര സ്വർണത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താതെ സ്മാർട്ട് ക്രിയേഷൻസ് നിന്നൊരാളെ ഇതിലേക്ക് വരുമ്പോൾ ഭക്തരുടെ മനസ്സിന് വിഷമമുണ്ട്. അവർ ഈ ആത്യന്തികമായി ചർച്ചയിലെ ന്യൂവാൻസുകൾ കണ്ടൊന്നുമല്ല, അവരുടെ മനസ്സിന് വിഷമം സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണം വിശദീകരിച്ചാൽ, പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശനെ പോലെ ഭംഗിയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെയോ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും വിശദീകരിക്കുമെന്ന് വിചാരിക്കും. ശരി, ഏതായാലും സംശയങ്ങൾ ബാക്കിയാണ് എന്നതാണ് രാഹുൽ